ആണ് നമുക്ക് ഉണ്ടാക്കാനുള്ള വീട് ഇട്ടാ. ഈ സിറ്റ് ഔട്ടിൻ്റെ ബാൽക്കണി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാണ്ട് ഈ മേലത്തെ ബാൽക്കണി ഇതാണ് അതിൻ്റെ പ്ലാനായിട്ടാ. ഓക്കെ, ഇതാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള വീട്. കമ്പിയിൽ മുറിച്ചാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാ. സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് ചെയ്യുന്നത് അങ്ങോട്ട് കയറ്റിയിടാൻ അവിടെ സൈഡ് അടിച്ചുകൊണ്ടിരുന്ന. പക്ഷെ എന്താണ് കുറച്ച് റിസ്ക് എടുത്താലും ആ കമ്പി ഇതാ എന്ത് ദമ്മായി അവിടെ കിടന്നോളൂ കേട്ടോ. ഓക്കെ, അത് കെട്ടിയിലേ വേണ്ടില്ല, അതവിടെ കെടുക്കണേനെ ബല കോൺക്രീറ്റിൽ ഇതായി ചെയ്ത് റെഡിയാക്കി. ഇവിടെയും അതേപോലെ തന്നെ ചെയ്ത് ചിലവർക്ക് ചില സ്വപ്നങ്ങളോട്ടെ അത് പൂർത്തീകരിക്കാനാണ് പണി നമ്മളെ ഏൽപ്പിക്കുന്നത്. സലാമാക്കിയും ടീം എന്ത് ചെയ്തിരിക്കണം ഇവിടെ സെറ്റാക്കി ഇവിടെ അടിച്ചു വെച്ചിട്ടാ. കെട്ടമ്പിട്ടിക്കണേലാങ്ക ആ മുട്ടിന് ആ ഉള്ളത്തെ ചെറുമുട്ടയൊക്കെ അതാ കെട്ടമ്പി ആണി അടിച്ചിട്ട് കെട്ടമ്പി കെട്ടിയിടണം കേട്ടാ. തള്ളി പോന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് പോരും കേട്ടാ. അത് ജസ്റ്റ് കെട്ടിക്കാണ്ടി. ബാത്റൂമിന് ഫുള്ള് ബീഡിങ് ആക്കി സെറ്റാക്കി അവിടേക്ക് കോൺക്രീറ്റ് ആണ് കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്ത് ഈ പല അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഒക്കെ കെട്ടിയിട്ട് ബീഡിങ് ഒക്കെ അടിച്ചേക്കല, ഒക്കെ മൊത്തം റെഡിയാക്കി വെക്കല. കെട്ടിയാണ്ട് ഇതാ പലാണ്ട് അടിച്ചു വെച്ചാളി. പോണില്ല. ഈ ബീം നേരെ കണ്ട് പോവാ. ഇതിൻ്റെ അടിക്കമ്പി ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ, ഇതാണ് കേട്ടോ. ഇത് കണ്ട് 1.20 കൊണ്ടുവരാണ്ട് കൊണ്ടുപോയതാണ്. അതിന് ഈ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യണം നമുക്ക് ശരിപ്പോകാം. ഈ ഡോറിന് ഗ്യാപ്പ് ഇവിടെ ഈ ഡോറിൻ്റെ അളവ് ഇവിടെ മാറ്റിയേക്കണം കേട്ടോ. 4 മീറ്റർ കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ഈ അളവ് വന്ന് ഡോറിൻ്റെ അളവ് ഉണ്ടാവില്ല. അത്ര വരെയുള്ള ആയിക്കോട്ടെ. നമുക്ക് മനസ്സിലാവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണേ. റെഡിയല്ല അത് ഇട്. ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് അത് ഇട്ടതിൻ്റെ ശേഷം കോർത്തിടാനുള്ള റിങ് കോർത്തിടണം, നല്ല റെഡി ആവുള്ളൂ. എന്തായാലും ഇപ്പം നമ്മളെ മാർക്ക് ഈ റിങ് ഊരണം. അത് കുഴപ്പമില്ല, ഒഴിവാക്കിടാം. അത് ആണ്ട് ഒഴിവാക്കാം. കോർത്തിടണം ഓരോന്നോരോന്ന്. അവിടെ ഇടല്ല ഇങ്ങോട്ട് വറ്റാം. ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങും. എന്തായാലും ഇപ്പം നമ്മൾ മാർക്ക് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങും. അങ്ങനെ ഇട്ടോ. ഇനി ഒരു റിങ് ഇടുക, മറ്റേ ഇടുക, ഒരു റിങ് ഇടുക, മറ്റേ ഇടുക, കോർത്തിട്ടാണ്ടേ പോകണം. ഓക്കെ, എന്നിട്ട് ആ അടിയിൽ ചെയ്യാനുള്ള പണി പറഞ്ഞല്ലോ. ഇതെന്തിനാണ് ഈ ക്യാൻലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇനി ഇത് കണ്ടില്ലെങ്കിൽ ഈ സംഭവം 4 ഇഞ്ച് കൂടി നീല ഇങ്ങനെ നമുക്ക് ഇത് നമുക്ക് മാത്രം അളവ് കൂടിന്നില്ല. ഈ കമ്പി എന്ത് ചെയ്യണം, നേരെ കണ്ട് വരണം. 2 അഡീഷണൽ കമ്പിയോട് മേലെ ഇട്ട് കൊടുക്കുക, 1 അഡീഷണൽ കമ്പി താഴ്ത്തിട്ട് കൊടുക്കുക. അപ്പം എന്താ മസ്ബൂത്താവില്ല. നല്ല പറഞ്ഞ കളി കാരണം ഇങ്ങനെയാണ് കോർത്ത് കെട്ടലിട്ട് കമ്പി കോർത്ത് കെട്ടൽ. ഇത് ഇങ്ങനെയാണ് കമ്പി കോർത്ത് കെട്ടിയാൽ എക്സ്ട്രാ ക്യാൻലിവർ ഉണ്ടാക്കാൻ സുഖമാണ്. ഈ അടിയത്തെ 2 കമ്പി ഇതാ നേരെ അതിൻ്റെ മേലാണ് കോർക്കുക. ഓക്കെ, അപ്പോൾ റെഡിയായി. എവിടേക്കും പോലല്ല സാല. അപ്പോൾ ഒരു പേടും പഠിച്ചിട്ടുണ്ട്. അത് കണ്ടില്ല നിങ്ങൾ. ഇങ്ങനെയാണ് സംഭവം കേട്ടോ ക്യാൻലിവർ ഉണ്ടാക്കൽ. ഇങ്ങനെ ആവശ്യമുള്ളിടത്തൊക്കെ ഇത് ചെയ്താൽ മതി. ഇതൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആവശ്യം വരുന്ന സമയമാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ ചെറിയ പില്ലർമ അങ്ങനത്തെ കളി വെച്ചാൽ നിൽക്കരുത്. ഓക്കെ, കണ്ടില്ല നിങ്ങൾ. ആണ് ക്യാൻലിവർ സാധനം ഉണ്ടാക്കൽ കേട്ടോ. ഇങ്ങനെ കെട്ടി ആയിവാ ഇങ്ങനെ പോയാൽ ഇങ്ങനെ കറക്റ്റായിട്ടോ അത് കോർത്തളഞ്ഞു. മാഷാല്ലാ. അവിടെ ഇങ്ങോട്ട് കോർക്ക് ജാഫറുമായി അയ്യോ അവിടെ ഇങ്ങോട്ട് കോർക്ക്. കവറിങ് തീരെ വേണ്ട കേട്ടോ. ഒരു 1/2 സെൻറ്റിമീറ്ററിൻ്റെ കവറിങ് മതി കേട്ടോ. ഓക്കെ, ചെറിയ കവറിങ് മതി. അല്ല ഉള്ളൂ. അയ്യോ കറക്റ്റ്. എങ്ങനെയുണ്ട് ദിമാഗ് കേസാ? അതല്ലേ പറഞ്ഞു. ചിലക്ക് എന്താ പറയാനുള്ളൂ ഞാൻ